റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജുമായി ബന്ധപ്പെട്ട റേഷൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളുമായി ഭക്ഷ്യ ധനകാര്യ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ റേഷൻ വ്യാപാരികളുടെ വേതനം 2026 ജനുവരി 1 മുതൽ പരിഷ്കരിക്കാൻ ധാരണയായതായി മന്ത്രി GR അനിൽ അറിയിച്ചു. പ്രതിമാസം 15 ക്വിന്റൽ വരെയുള്ള വിതരണത്തിൽ കമ്മീഷൻ 680 രൂപയും 15 ക്വിന്റലിന് മുകളിൽ 45 ക്വിന്റൽ വരെയുള്ള വിതരണത്തിന് അടിസ്ഥാന കമ്മീഷൻ 9,000 രൂപയും വിതരണം നടത്തുന്ന ഓരോ ക്വിന്റലിനും 270 രൂപ നിരക്കിലും 45 ക്വിന്റലിന് മുകളിൽ അടിസ്ഥാന കമ്മീഷൻ 21,000 രൂപയും 45 ക്വിന്റലിന് മുകളിൽ വിതരണം നടത്തുന്ന ഓരോ ക്വിന്റലിനും 200 രൂപ നിരക്കിലും വേതനം പരിഷ്കരിക്കാൻ തീരുമാനമായി. പരിഷ്കരിച്ച പാക്കേജ് പ്രകാരം നിലവിൽ വ്യാപാരികൾക്കുള്ള പരമാവധി അടിസ്ഥാന വേതനം 18,000 രൂപയിൽ നിന്ന് 21,000 രൂപയായി വർദ്ധിപ്പിച്ചു. കൂടാതെ അധിക കമ്മീഷൻ 180 രൂപ എന്നുള്ളത് 270 രൂപയായും വർദ്ധിപ്പിച്ചു. പുതിയ വർധനവ് 2026 ജനുവരി മുതൽ നടപ്പിലാക്കും. വളരെ കാലമായി റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച വേതന പാക്കേജ് നടപ്പിലാക്കിയ സർക്കാരിന് എല്ലാ സംഘടനകളുടെയും അഭിനന്ദനം അറിയിച്ചു. പാക്കേജ് നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസം മുതൽ നടത്താൻ തീരുമാനിച്ച റേഷൻ വ്യാപാരി കൂട്ടായ്മ സമരം പിൻവലിച്ചതായി വ്യാപാരി സംഘടനകൾ അറിയിച്ചതായും മന്ത്രി പറഞ്ഞു. പ്രസ്തുത യോഗത്തിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് G. സ്റ്റീഫൻ MLA, G. ശശിധരൻ, അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ, T. മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് G. കൃഷ്ണപ്രസാദ്, സുരേഷ് കാരറ്റ്, KB ബിജു, V. അജിത് കുമാർ, അഡ്വക്കേറ്റ് R. സജിലാൽ, പ്രവീൺകുമാർ തുടങ്ങിയവരും സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഹിമ K, റേഷനിംഗ് കൺട്രോൾ മോഹൻകുമാർ, ഭക്ഷ്യധന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.